സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട രണ്ട് മരണങ്ങളാണ് ഇന്ന് പാഠഭേദത്തിലൂടെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ താമസിക്കുന്ന മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണമാണ്. ആകസ്മികമാകുന്ന വേർപാട്, ഒരു വലിയ ദുരന്തം. ദുരന്തം എന്ന് പറയുമ്പോൾ ദുരഹതകൾ ഒത്തിരി ആളുകൾ ആരോപിക്കുന്ന ഒരു ദുരന്തം. നമുക്കറിയാം, ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വിമാന അപകടങ്ങളിലോ ഹെലികോപ്റ്റർ അപകടങ്ങളിലോ അല്ലെങ്കിൽ വാഹന അപകടങ്ങളിലോ ഒക്കെ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ഇതുപോലുള്ള കോൺസ്പിറസി തിയറികൾ, എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ഇപ്രാവശ്യം അജിത് പവാറിന്റെ മരണത്തിലും അതുതന്നെ ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വ്യവസായ പ്രമുഖൻ സി ജെ റോയി, കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ മരണം, അതും വളരെ വലിയ ഒരു ചലനമാണ് ഈ പറഞ്ഞ പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സി ജെ റോയിയുടെ മരണത്തെ ആളുകൾക്ക് വിശ്വസിക്കുവാനാവാത്ത ഒരു സത്യമായി അവരതിനെ നോക്കിക്കാണുകയാണ്. അതിന്റെ പിന്നിലും ഈ പറഞ്ഞതുപോലെ ഒത്തിരി കോൺസ്പിറസി ഉണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചനകളുണ്ട് എന്ന് ആളുകൾ ആരോപിക്കുന്നു. ദുരൂഹതയുണ്ടെന്ന് ആളുകൾ ആരോപിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മരണങ്ങളാണ് പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യുവാനുള്ളത്. ഈ ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ആരോപിക്കുന്നത് പോലെയുള്ള ദുരൂഹതകളുണ്ടോ എന്നൊക്കെയുള്ളത് പറയാൻ തക്കോണം നമുക്ക് താല്പര്യമില്ല. അത് മാധ്യമങ്ങൾ, സെക്കുലർ മാധ്യമങ്ങളും അതുപോലെ തന്നെ അതിന് അധികാരപ്പെട്ട അധികാരികളുമൊക്കെ നടത്തട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഈ അജിത് പവാറിനെ കുറിച്ച് നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തന്മാരായ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഒരാളായിരുന്നു അജിത് പവാർ. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ റോയ് സാറിനെ കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതായത് വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഈ റോയ് സാറിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പണമിടപാടുകളിലൊക്കെ ഈ ഇൻകം ടാക്സ് റെയ്ഡൊക്കെ നടന്നപ്പോൾ അദ്ദേഹത്തിന് ഭയം ഉളവാക്കത്തക്കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാം. പക്ഷേ മനുഷ്യ വർഗത്തിന്, സമൂഹത്തിന് നന്മ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ റോയ് സാറിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആരോപണങ്ങൾ, അതായത് അദ്ദേഹം BJP സർക്കാരിനോട് ചേരുന്നതിന് മുമ്പ് BJP തന്നെ പറഞ്ഞ ആരോപണം, മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാകുന്ന ഒരു ആളായിരുന്നു ഈ അജിത് പവാർ. ചെറിയതൊന്നുമല്ല കേട്ടോ, 70,000 കോടിയുടെ അഴിമതി ആരോപണമൊക്കെയാണ് ഈ മഹാരാഷ്ട്ര BJP ഒക്കെ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ആ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ദുഃഖകരമാകുന്ന വാർത്തയാണ്. സി ജെ റോയ് സാറ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പാഠം, സാധാരണ പാഠഭേദത്തിൽ നമ്മൾ ചെയ്യാത്തതുപോലെ ഇന്ന് വേദപുസ്തകം കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കണം. ഇവർ രണ്ടുപേരും ധനികരായിരുന്നു. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ ഏറ്റവും ധനികനായ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഒരാളായിരുന്നു അജിത് പവാർ. ഇട്ടുമൂടാനുള്ള പണമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ മരണത്തിന് അങ്ങനെയുള്ള യുക്തിബോധമൊന്നുമില്ല. ഇവൻ ഒത്തിരി പണക്കാരനാണ്, അതുകൊണ്ട് ഇവൻ്റെ നിന്ന് കുറെ പണം വാങ്ങിച്ച് കുറെ നാളും കൂടി ഇവൻ ജീവിച്ചോട്ടെ എന്നൊന്നും പറയുന്നൊരു ശീലം മരണത്തിനില്ല. മരണം അത് അതിൻ്റെ വഴിക്ക് വരും. പഠിക്കേണ്ട പാഠം, ധനവാൻ തൻ്റെ ധനത്തിൽ ആശ്രയിക്കരുത്. കരുത്തുള്ളവൻ, ശക്തിയുള്ളവൻ തൻ്റെ കരുത്തിലോ തൻ്റെ ബുദ്ധിയിലോ തൻ്റെ വിദ്യാഭ്യാസത്തിലോ ഒന്നും ആശ്രയിക്കരുത്. ഒരു ദിവസം ഈ ഭൂമി വിട്ടുപോകുമെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം ജീവിക്കുവാൻ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമാകുന്ന പാഠം. ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഒരു ദിവസം നമ്മളൊക്കെ ഈ ഭൂമി വിട്ടുപോകുന്നവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. അതെത്ര പണം ഉണ്ടാക്കിയാലും ഒരു ദിവസം ഈ ഭൂമി വിട്ടുപോകേണ്ടി വരും. ഇവർ രണ്ടുപേരും പണക്കാരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മോശം കാര്യം, ധനികനാകുക എന്നുള്ളത് ദൈവിക അനുഗ്രഹമാണെന്ന് പറയുന്ന വചനങ്ങൾ പോലുമുണ്ട്. പക്ഷേ ഈ സദൃശവാക്യത്തിൽ പറയുന്ന ഒരു വാക്യം, സദൃശവാക്യത്തിന്റെ 28-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്,
ദൈവം വിശ്വസ്തനായവനെ ധനം കൊണ്ട് അനുഗ്രഹിക്കും. പക്ഷെ ധനത്തെ തേടി അതിന്റെ പുറകെ പോകുന്നവൻ ശിക്ഷ അനുഭവിക്കുന്ന, പണിഷ് ചെയ്യപ്പെടുന്ന, അത് വിചിത്രമായി തോന്നാം അല്ലേ? എന്ന് പറഞ്ഞാൽ രണ്ട് ചിന്താഗതികളാണ്. ഒന്ന്, വിശ്വസ്തനായ ഒരുവനെ ദൈവം നന്മകൾ കൊണ്ട് അനുഗ്രഹിച്ചു നടത്തുന്നു. വേദോസം പറയുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുന്നതാണ്. ഇനിയും വേദോത്സവം പറയുന്നത് മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളെയൊക്കെ നൽകി നടത്തുന്ന, ചിന്ത കൂടാതെ സമാധാനമായി ജീവിക്കത്തക്കവണ്ണം അവന് വേണ്ടിയുള്ള കരുതലുകൾ ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ട് അത്യാഗ്രഹത്തോടുകൂടെ പണത്തിന് പുറകെ ആരൊക്കെ ഓടിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം ഈ പറഞ്ഞതുപോലെ അസമാധാനം നടഞ്ഞതായിരിക്കും. അതായത് നമ്മൾ ഈ CJ റോയ് സാറിനെ കുറിച്ച് ഈ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടത്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യമൊക്കെ സ്വയം ജീവനെ എടുക്കത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്? ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് ആയിരിക്കുകയില്ല. യാഥാർത്ഥ്യം അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹം അനുഭവിച്ച പ്രഷർ, പ്രത്യേകിച്ചും ഈ ഇൻകം ടാക്സ് റെയ്ഡൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച പ്രഷർ, അത് അദ്ദേഹത്തിന് താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത്, പല ചോദ്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. അതായത് സ്വയമായി വെടിവെക്കുന്ന ഒരു വ്യക്തി തലയ്ക്ക് നേരെയല്ലേ വെടിവെക്കേണ്ടത്? ഒരു തോക്ക് തിരിച്ചു പിടിച്ച് എങ്ങനെയാണ് നെഞ്ചിലേക്ക് വെടിവെക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നു. എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി നമ്മൾ പുറമേ കാണുമ്പോൾ ചിരിച്ച സന്തോഷത്തോടു കൂടെ കഴിഞ്ഞ ജനുവരി 26-നും റിപ്പബ്ലിക് ഡേക്ക് ആളുകളെയെല്ലാം ചിരിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ച ഒരു വീഡിയോ ഒക്കെ ഇട്ട വ്യക്തി ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ സ്വയം നിറയൊഴിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അമിതമാകുന്ന ധനം ഒരിക്കലും സമാധാനം കൊണ്ടുവരത്തില്ല. പൈസ കിട്ടിയത് കൊണ്ട്, ധനികനായതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാമെന്ന് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റണം. പണമല്ല ജീവിതത്തിൽ സമാധാനം നൽകുന്നത്, മറിച്ച് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നതെന്നറിയാം. 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ബൈബിളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിന് അമിതമാകുന്ന ധനത്തോടുള്ള ആസക്തിയെക്കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന് പറയാനുള്ള വാക്കുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ CJ റോയ് ഒരു വ്യക്തി എന്ന നിലയിൽ എത്ര നല്ല വ്യക്തിയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ പിഴവുകൾ ഉണ്ടായിരിക്കാം. ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന പിഴവുകൾ ഉണ്ടായിരിക്കാം. എല്ലാ വലിയ ബിസിനസ്സുകാരുടെ ബിസിനസ്സുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും നീതിയോടുകൂടെ, ഏറ്റവും കൃത്യതയോടുകൂടെ പിന്നെ ഈ പറഞ്ഞ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടാകാം. അല്ല എങ്കിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡോ ഒരു ED റെയ്ഡോ നടക്കുമ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന പിഴവുകൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ അങ്ങനെയുള്ള കോംപ്രമൈസുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇവിടെ കറപ്ഷൻ കുറഞ്ഞു വരുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷെ സത്യം അതല്ല. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് കറപ്ഷൻ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഏറ്റവും ഗ്രാസ് റൂട്ടിലെ ഈ പറഞ്ഞ കാർപ്പറ്റിന്റെ അടിയിലെന്ന് പറയും, അതായത് രഹസ്യത്തിൽ നടക്കുന്ന കറപ്ഷന്റെ ആ ഒരു വലുപ്പം കൂടിയിരിക്കുകയാണ്. പല വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കറപ്ഷനെ കുറിച്ച് ഞാൻ കേൾക്കുന്ന ചില ആളുകളുടെ അനുഭവങ്ങൾ, വാർത്തകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുകയാണ്. കാരണം നിയമം നടപ്പാക്കേണ്ടവർ തന്നെ, പോലീസ് അധികാരികൾ, അല്ല എങ്കിൽ ഈ പറഞ്ഞ നിയമ സംവിധാന വ്യവസ്ഥയിലുള്ളവർ തന്നെ ഭയങ്കര കറപ്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു
രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കറപ്ഷൻ ഒന്നും ഒരു കുറവില്ല. അത്രയും കറപ്ഷൻ ഉള്ള ഒരു രാജ്യത്ത് ഒരു ബിസിനസ്സുകാരന് പോലും ചിലപ്പോൾ കറപ്ഷൻ ചെയ്യാതെ, കറപ്ഷനിൽ ഇൻവോൾവ് ആകാതെ, കൈക്കൂലി കൊടുക്കാതെ ഒക്കെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ പറ്റുമോ? പിന്നെ ഈ കൈക്കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വൈറ്റ് മണി അല്ല. ഞാൻ ഏറ്റവും നിസ്സാരമായ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ചർച്ചിലെ തന്നെ ഒരു ദൈവവേദിയിലെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം, വാടക പിന്നെ ബ്ലാക്ക് മണി ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ വാടക ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. വലിയൊരു പൊളിറ്റിക്കൽ ലീഡറിന് കുറേ വീടുകളുണ്ട് കേട്ടോ. ആ വീട്ടിൽ ഒന്നാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഡെപ്പോസിറ്റിന്റെ എമൗണ്ടും വാടകയും എല്ലാം ക്യാഷ് ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. എന്താ കാരണം? കാരണം ആ പൊളിറ്റിക്കൽ ലീഡറിന് ഈ പണമൊന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കാണിക്കാൻ ആഗ്രഹമില്ല. പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ വീടുകൾ ഏതൊക്കെ സൊസൈറ്റിയിലാണ്, ആ സൊസൈറ്റിയിലെ രേഖയിൽ പോലും ഈ പൊളിറ്റിക്കൽ ലീഡറിന്റെ പേരിലല്ല ഈ വീടുകൾ. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ പോലും അല്ല വീടുകൾ. ഒരുപക്ഷെ ബിനാമി വീടുകളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുന്ന വീടുകളായിരിക്കാം, അത് വാടകയ്ക്ക് കൊടുക്കുമായിരിക്കാം. അദ്ദേഹം ഒരു പ്രൂഫും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രൂഫും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിശ്വാസിയായ വ്യക്തി ശമ്പളം ഒക്കെ വാങ്ങിച്ച് ജീവിക്കുന്ന ആളാണ്. അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തരാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളും ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ വാടക കൊടുക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഇൻകം ടാക്സ് കട്ടാക്കാതെ ഞങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കണം. എന്തായാലും ആ വീട് വാടകയ്ക്ക് എടുത്തില്ല. അപ്പൊ ആ വ്യക്തിക്ക് തന്നെ പല വീടുകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഇത് കറപ്ഷൻ അല്ലേ? അപ്പോൾ രാഷ്ട്രീയക്കാര്, പിന്നെ ഇതുപോലെ നിയമപാലകര്, ഇവരുടെയൊക്കെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഒരു യാഥാർത്ഥ്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെങ്കിലും ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന്മാരെ, നിയമപാലകരെ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന ഇടപാടുകളൊക്കെ നടത്താതൊന്നും നടക്കത്തില്ല. വേദോസം പറഞ്ഞതുപോലെ ഒരു പരിധി വിട്ട് ധനമുണ്ടാക്കിയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ ഏടാകൂടങ്ങളിലും പോയി ഇടുവാൻ ഇടയായിത്തീരും. അതൊക്കെ അവോയ്ഡ് ചെയ്ത ഒരു ജീവിതമാണ് ശാന്തവും സുന്ദരമായൊരു ജീവിതം. പണത്തിന്റെ പുറകെ പോയി നശിക്കരുതെന്നൊരു പാഠമാണ് നമ്മൾ ഈ മരണങ്ങളിൽ നിന്നൊക്കെ പഠിക്കേണ്ടത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം കൂടെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഈ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ ദ്രവ്യാഗ്രഹമില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ ദൈവം തരുന്ന വാഗ്ദത്തമാ, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ 10 തലമുറയ്ക്ക് വേണ്ടി ഉള്ള ധനം സമ്പാദിച്ചില്ലെങ്കിലും അന്നന്നത്തേക്കുള്ള റൊട്ടി തന്ന് നിന്നെ നടത്തുവാൻ വിചാരപ്പെടാതെ, മുന്നമേ രാജ്യവും നീതി അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈനംദിന ജീവിത ആവശ്യങ്ങളെ നൽകി നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് വലിയ പണം ഒന്നും ഇല്ലെങ്കിലും, ധനികനായില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കേണ്ട. നാളെയുടെ നാളുകളിൽ ദൈവം നിങ്ങളെ നടത്തും, ദൈവം കൈവിടത്തില്ല എന്നൊരു വിശ്വാസത്തോട് സംതൃപ്തിയോട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെപ്പോലുള്ളവർക്ക് ഈ പറഞ്ഞ ഇൻകം ടാക്സ് റെയ്ഡോ ED റെയ്ഡോ ഒന്നും വന്നാലും ആകെ കൂടി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്ക് ഭയപ്പെടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭയപ്പെടേണ്ടത് എപ്പോഴാണ്? ഭയപ്പെടേണ്ടത് ഈ പറഞ്ഞതുപോലെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ബിസിനസ്സും വലിയ സാമ്രാജ്യങ്ങളും ഒക്കെ കെട്ടിപ്പടുക്കുമ്പോഴാണ് ഭയപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ മനോജ് ഝാ ഇന്ത്യൻ പാർലമെന്റിൽ ചെയ്തൊരു പ്രസംഗം ആസാദിയുടെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ആ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഒന്നുകൂടെ പരാമർശിച്ചിട്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. മനോജ് ഝാ പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും. അദ്ദേഹം രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകേണ്ടി വരും. ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന കണക്കെടുപ്പിൽ നാം നോക്കേണ്ടത്, ഇവിടെ ജീവിച്ചപ്പോൾ നമ്മുടെ വാക്കുകൾ ആരെങ്കിലും മുറിവേൽപ്പിച്ചുവോ? ഇതൊക്കെ നാം ഓർക്കണം. ഒരു സമൂഹത്തെയോ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയോ ഒക്കെ മുറിവേൽപ്പിച്ച വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നോ എന്നൊക്കെ ഒരു കണക്കെടുപ്പാണ് ജീവിതത്തിൽ നടത്തേണ്ടത്. അല്ലാതെ എത്ര പണം സമ്പാദിച്ചെന്നോ എത്ര വലിയ ആളായെന്നോ ഒന്നും ഉള്ളതല്ല. മറിച്ച് കണക്ക് പുസ്തകത്തിൽ കാണേണ്ടത് നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച്
ദ്രോഹം ചെയ്തൊക്കെയാണോ പോയതെന്നൊക്കെയാണ് നമുക്ക് ഓർക്കാനുള്ളത്. അജിത് പവാറും CJ റോയ് സാറും ഒക്കെ നമ്മളെ കാണിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് മരണം വന്ന് നമ്മുടെ വാതിക്കൽ മുട്ടുമ്പോൾ നാമും പോകേണ്ടി വരും. ജീവിതത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ, കണക്കെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാകുന്നു എന്നുള്ളത് ഒന്ന് ഇപ്പോഴേ ശോധന ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠകഥയോടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.